101. അസ്സലാമലൈക്കും. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അന്ത്യപ്രവാചകൻ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുദിനത്തിൽ പ്രവാചക സ്നേഹം എന്ന വിഷയത്തിൽ രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എങ്കിലും നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ ജീവിക്കുന്നവരായ അത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ജീവിതത്തിൽ കണ്ണീർ നിറഞ്ഞു നിൽക്കുമ്പോഴും ഹൃദയങ്ങൾ തകർന്നു നിൽക്കുമ്പോഴും സന്തോഷത്തിന്റെ തിരമാലകൾ നമ്മെ മൂടുമ്പോഴും നമ്മുടെ അതരങ്ങളിൽ പതിയുന്ന ഹൃദയങ്ങൾ മുഴങ്ങുന്ന ഒരേ ഒരു പേര് അത് യാ റസൂലുള്ളാഹ് തന്നെയാണ്. ഇന്ന് ലോകത്ത് മാതൃസ്നേഹമുണ്ട്, പിതൃസ്നേഹമുണ്ട്, മക്കളോടുള്ള സ്നേഹമുണ്ട്. എന്നാൽ പ്രവാചക സ്നേഹമില്ലെങ്കിൽ ആ സ്നേഹത്തിനൊന്നും പൂർണ്ണതയില്ല. ഇന്ന് ലോകം മുഴുവൻ റോൾ മോഡൽ തേടുകയാണ്. സിനിമാ താരങ്ങളെയോ കായിക താരങ്ങളെയോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയോ അനുഗ്രഹിക്കുന്ന കുട്ടികളെയും യുവാക്കളെയും നാം കാണുന്നു. എന്നാൽ കാലത്തിനുമപ്പുറം നിലകൊള്ളുന്ന യഥാർത്ഥ റോൾ മോഡൽ അത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. പ്രവാചകനെയും അള്ളാഹുവിനെയും സ്നേഹിക്കുക എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക പിൻവച്ച് ഉയർന്ന മൂല്യമുള്ള ജീവിതം നയിക്കലാണ്. പ്രിയ സുഹൃത്തുക്കളെ, മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ വിറങ്ങലിക്കണം. നബിയെ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നനയണം. യാ റബ്ബേ, അന്ത്യനാളിൽ എല്ലാവരും വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്ത് ഉമ്മത്തി ഉമ്മത്തി എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങളെയും പങ്കാളികളാക്കണമേ അല്ലാഹ്. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു.